തൃശൂർ വരന്തരപ്പിള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മാട്ടുമല സ്വദേശിനി അർച്ചനയാണ് മരിച്ചത്. മാട്ടുമല സ്വദേശി ഷാരോണിന്റെ ഭാര്യയാണ് അർച്ചന. വീടിന്റെ പുറകിലെ കോൺക്രീറ്റ് കാനയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. യുവതിയെ ഭർത്താവ് മർദ്ദിച്ചിരുന്നതായി അർച്ചനയുടെ കുടുംബം ആരോപിച്ചു. അവളെ തല്ലിന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഞങ്ങളെ അറിയിച്ചത്. ആ കോളേജിന്റെ സെക്യൂരിറ്റി ചേർന്നാണ്. അപ്പൊ അറിഞ്ഞപ്പോ തന്നെ അവളായിട്ട് സംസാരിക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞാൽ അവൾക്ക് ഫോണില്ല, ഓൾറെഡി അവന്റെ ഒരു ഫോണുള്ളത്. ആ ഒരു ഫോണിലേക്ക് അവനെ വിളിച്ചാലും അവളുടെ സംസാരിക്കാനായിട്ട് വിളിച്ചാലും കിട്ടില്ല. അവൻ കൂടുതലും എടുക്കില്ല. ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കാറുമില്ല. ഞാൻ തല്ലിയെന്ന് പറഞ്ഞ് വിളിച്ചെന്ന് അവനോട് പറയുകയും കൂടി ചെയ്തത്. അവളെ പറഞ്ഞു, നിന്നെ കൊണ്ട് അതിനെ പറ്റുള്ളൂ, അല്ലാണ്ട് അവളെ നോക്കി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇന്ന് നല്ല ഭാവി ഉണ്ടായിരുന്നെന്ന് പറയും. ആ ക്ലാസ് ബസ്സൊക്കെ ആയിരുന്നു. അവള് പ്ലേസ്മെന്റ് കിട്ടി ചെന്നൈയില് ജോലിക്ക് പോയി. ജോലിക്ക് പോലും പിന്നെ വിട്ടിട്ടില്ല. വീട്ടൊക്കെ എടുത്ത് അവൾക്ക് കാനഡയിൽ സെറ്റിൽ ആവണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് ഉപദ്രവിച്ചുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവനെന്തോ ടോർച്ചർ ചെയ്ത് അവളെ വല്ലാണ്ട് പേടിപ്പിച്ച് നിർത്തണ പോലെ തോന്നിയിട്ടുള്ള. എപ്പോഴും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങളായിട്ട് അടുപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവളെ നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ വേദന. അത്രയും ക്രൂര മനസ്സാവില്ല. രണ്ടും ഞാൻ പറയാൻ കൊടുത്തിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് നമ്മുടെ മക്കള് നമ്മുടെ കൂടി ചേർത്താനും ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, മർദ്ദനമേറ്റിരുന്നു സ്ഥിരമായിട്ട് ഇതിനു മുൻപ് എന്നുള്ള ആരോപണം അർച്ചനയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഏത് രീതിയിലേക്കാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് വരുന്നത്? വിവരങ്ങൾ എന്താണ്? സൂസൈഡ് ചെയ്തതാണോ അതോ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും പോലീസിന് വ്യക്തതയായിട്ടില്ല. അത് വരന്തരപ്പള്ളി പോലീസ് പെൺകുട്ടി ജീവൻ ഒടുക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഷാരോണിന്റെ അമ്മ രജനിക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ 6 മാസത്തിന് മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. പെയിന്റിംഗ് തൊഴിലാളിയാണ് അയാള് നേരത്തെ തന്നെ ഷാരോണിനെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നതാണ്. അതായത് ഇത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഭാര്യയെ നിരന്തരം മർദ്ദിക്കുന്ന ആളായിരുന്നു എന്നുള്ള പരാതി നേരത്തെ മുതലേ ഉള്ള ആളാണ് ഷാരോൺ. മാത്രമല്ല ഭർത്തൃ വീട്ടിൽ വലിയ പീഡനമാണ് ഈ ഷാരോണിന്റെ ഭാഗത്തുനിന്നും ഷാരോണിന്റെ അമ്മയുടെ ഭാഗത്തുനിന്നും അർച്ചനയ്ക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. അയൽവാസികളായാലും അർച്ചനയുടെ വീട്ടുകാരായാലും അത്തരത്തിലുള്ള സ്ഥിരീകരണമാണ് വരുത്തുന്നത്. നേരത്തെ തന്നെ ഈ അർച്ചനയുടെ കോളേജിന്റെ മുൻവശത്ത് വെച്ചിട്ട് അർച്ചനയെ മർദ്ദിച്ചിരുന്ന സാഹചര്യമുണ്ട് ഷാരോൺ. അത് കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വീട്ടുകാരെ അറിയിച്ചിരുന്നതും അതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടായിരുന്നതുമാണ് എന്നാണ് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, വിവാഹം കഴിഞ്ഞ ശേഷം അർച്ചനയെ വീട്ടുകാരുമായി സംസാരിക്കാൻ സമ്മതിച്ചിരുന്നില്ല, പുറത്തിറങ്ങാൻ സമ്മതിച്ചിരുന്നില്ല തുടങ്ങിയ നിരവധി പരാതികൾ വരുന്നുണ്ട്. എന്തായാലും നിരന്തര പീഡനത്തിന് ഈ പെൺകുട്ടി ഇരയായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ വീട്ടുകാരെ അറിയുന്നവരൊക്കെ വ്യക്തമാക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഷാരോണിനെ അറിയുന്നവരും അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ പെൺകുട്ടിയുടെ മൃതദേഹം കിടന്നത് വീടിനടുത്തുള്ള തൊട്ട് പിൻവശത്തുള്ള ഒരു കാനയിലാണ്. തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിലാണ് കണ്ടത്. അത് ഈ തീപ്പൊള്ളലേറ്റതിന്റെ ഒരു ഇന്റൻസിറ്റിയിൽ ഇറങ്ങി ചാടിയതാണോ, അവിടെ വെച്ചിട്ട് മരണം സംഭവിച്ചതാണോ, അവിടെ കൊഴിഞ്ഞു വീണ് മരിച്ചതാണോ, അതോ കൊലപ്പെടുത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വ്യക്തമാക്കാനുണ്ട്. ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തിയ ശേഷമായിരിക്കും മൃതദേഹം അവിടെ നിന്ന് മാറ്റുക. ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയ്ക്ക് ശേഷം ആണ് ഈ കാര്യത്തിൽ മറ്റ് വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വരന്തരപ്പള്ളി മാട്ടുവഴിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഷാരോണിനെയും അമ്മ രജനിയെയും ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. സംശയാസ്പദമായ രീതിയിലാണ് ഈ അർച്ചനയുടെ മൃതദേഹം കിടന്നത്. അതിൽ കൂടുതൽ പരിശോധന വേണ്ടിവരും. നിരന്തരം ഷാരോണിനെതിരെ പരാതിയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിൽ മറ്റാരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതേയുള്ളൂ. ഏതെല്ലാം തരത്തിൽ നേരത്തെ കുടുംബത്തിന്റെ
കുടുംബം പറയുന്നത് നമ്മൾ കേട്ടു. അത്യന്തം വിഷമത്തോടു കൂടി ഈ കഴിഞ്ഞ 6 മാസം ഏതെല്ലാം തരത്തിലുള്ള ദുരവസ്ഥയിലൂടെ ആ പെൺകുട്ടിക്ക് കടന്നു പോകേണ്ടി വന്നു, എന്തെല്ലാം തരത്തിലുള്ള പരാതികൾ ഉണ്ടായി. അന്ന് സ്വന്തം വീട്ടുകാരുടെ അടക്കം ഇടപെടലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ലേ? അപർണ, സ്വന്തം വീട്ടുകാരുമായി ബന്ധപ്പെടാൻ ഷാരോൺ സമ്മതിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. അതായത് വീട്ടിലേക്ക് തന്നെ വിളിച്ചിട്ട് മാസങ്ങളായിട്ടുണ്ട്. വീട്ടിലേക്ക് വിളിക്കാൻ സമ്മതിക്കുമായിരുന്നില്ല, ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കുമായിരുന്നില്ല. ഷാരോണിന് സംശയരോഗമായിരുന്നു. ഈ സംശയത്തിന്റെ പേരിൽ ഇയാൾ മദ്യപിച്ച് വന്ന ഈ ഭാര്യയെ നിരന്തരം ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇദ്ദേഹം മയക്കുമരുന്ന് കേസിലെ, കഞ്ചാവ് കേസിലെ പ്രതിയാണ്. അത്തരമുള്ള ഉപയോഗങ്ങളുമുണ്ട്. ഇതിന്റെ ഒക്കെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വന്നതാണ് ഈ ഒരു 6 മാസം എന്നുള്ള കാര്യത്തിലാണ് വ്യക്തമാകുന്നത്. ഈ സമീപവാസികൾ ഉൾപ്പെടെ ഷാരോൺ ഇത്തരത്തിൽ നിരന്തരം അർച്ചനയെ മർദ്ദിച്ചിരുന്നതായി പറയുന്നുണ്ട്. ഭർത്തൃമാതാവിനും അതിൽ പങ്കുണ്ട്. വീട്ടുകാരുടെ പീഡനം അതിക്രൂരമായിരുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്തായാലും ഈ ഭർത്തൃമാതാവ് രജനിയെയും ഷാരോണിനെയും കേസിൽ പ്രതി ചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ്. ഇതിൽ കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും മൃതദേഹം കിടന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വീടിന് പുറത്തുള്ള കാനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അത് കൂടുതൽ പരിശോധന വേണ്ടിവരും. പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണോ അതോ കൊലപാതകമാണോ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിലാണ് ഈ പോലീസിന് വ്യക്തത വരേണ്ടത്. കൂടുതൽ ആൾക്കാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് വരദരപ്പള്ളി പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഇതിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യം അറിയണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു ഈ അർച്ചനയുടെ കോളേജിന്റെ മുന്നിൽ വെച്ചിട്ട് ഇയാൾ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ട്. അർച്ചനെ പരസ്യമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കോളേജിന്റെ സെക്യൂരിറ്റി ജീവനക്കാരൻ അത് കാണുകയും ഈ വീട്ടുകാരെ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നുണ്ട്. ഇങ്ങനെ സമൂഹ മധ്യത്തിൽ വെച്ച് തന്നെ ഈ പെൺകുട്ടി ഭർത്താവിന്റെ ഭാഗത്തുനിന്നും മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യങ്ങളുമുണ്ട്. അതിനും സാക്ഷികളുണ്ട്. അത്തരം സാഹചര്യങ്ങൾ, അതായത് 6 മാസമായിട്ടുള്ളൂ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്, പെൺകുട്ടി ഗർഭിണിയാണ്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ നിരന്തര പീഡനമാണ് അർച്ചന എന്ന് പറയുന്ന ഈ കുട്ടി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. ആത്മഹത്യയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ കൊലപാതകമാണെങ്കിലും അത് നിരന്തരം ഭർത്തൃ വീട്ടിൽ നിന്നുണ്ടായിട്ടുള്ള പീഡനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്, അല്ല കോൺസിക്വൻസ് ആണ് എന്ന് വേണം വിലയിരുത്താൻ. അപർണ, ഭർത്താവ് ഷാരോണിനെയും ഷാരോണിന്റെ അമ്മയും